നമ്മുടെ വീടുകളിൽ മാതാപിതാക്കളും മക്കളുമായി എല്ലാ ദിവസവും സംസാരിക്കാറുണ്ടോ? കുട്ടികൾ സ്കൂൾ വിട്ട് വന്ന ശേഷം അവരോട് വിശേഷങ്ങൾ ചോദിക്കാറുണ്ടോ? മക്കളെ എപ്പോഴെങ്കിലും നെഞ്ചോട് ചേർത്ത് പിടിക്കാറുണ്ടോ? അവർക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടെന്നേ. അവരുടെ പഠനം, സൗഹൃദങ്ങൾ, സങ്കടങ്ങൾ, സന്തോഷം, അങ്ങനെ പലതും പങ്കുവെക്കാനുണ്ട്. പക്ഷേ ഇതൊക്കെ കേൾക്കാൻ അച്ഛനമ്മമാർക്ക് എവിടെയാണല്ലേ സമയം? ഒന്ന് സ്നേഹിക്കാൻ പോലും നേരമില്ല പലർക്കും. പകരം നിങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കാനും കേൾക്കാനുമെല്ലാം ഇവിടെ കുറേ ആളുകളുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ, അത് വല്ലാത്തൊരു ലോകമാണ്. സ്നേഹവും സൗഹൃദവും പരിചരണവും എല്ലാം ലഭിക്കുന്ന ഇടം. എന്നാൽ അതിലെ ചതി നമ്മുടെ പിള്ളേർക്ക് മനസ്സിലാകില്ല. തിരുവനന്തപുരം വർക്കലയിലെ 8ാം ക്ലാസ്സുകാരിയുടെ കഥ ഒന്ന് കേൾക്കാം. അതോടൊപ്പം തൃശ്ശൂർ മുണ്ടൂരിലെ തങ്കമണിയെ മകളും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയ കേസിൽ പുറത്തുവരുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. തിരുവനന്തപുരം വർക്കലയിലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ചതിക്കപ്പെട്ട ഒരു കഥയിലേക്കാണ്. നമ്മുടെ പല വീടുകളിലും കൗമാരക്കാരായ മക്കളുണ്ടാകും. സാധിക്കുന്നവർ ഈ വാർത്ത കുട്ടികളെ അറിയിക്കണം കേട്ടോ. കാരണം സോഷ്യൽ മീഡിയയിലെ ചതി പുതിയ തലമുറ തിരിച്ചറിയുന്നില്ല. വർക്കല സ്വദേശിനിയായ 14-കാരി ഇൻസ്റ്റഗ്രാമിലൂടെയാണ് അയാളെ പരിചയപ്പെട്ടത്. പിന്നെ ചാറ്റിംഗ് ആയി പ്രണയമായി. കഴിഞ്ഞ ദിവസം 26-കാരനായ ബിനു പെൺകുട്ടിയെ പ്രണയം നടിച്ച് വിനോദയാത്രയ്ക്ക് കൊണ്ടുപോയി. ഇവിടെ നാട്ടിലൊന്നുമല്ല, അങ്ങ് ഗോവയിലേക്ക്. മകളെ കാണാതായതോടെ കുടുംബം പോലീസിൽ പരാതിപ്പെട്ടു. അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലെ പ്രണയക്കേണി പുറത്തറിഞ്ഞത്. കേസിൽ തുമ്പോട് സ്വദേശി ബിനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗോവയിൽ എത്തിച്ച് ഇയാൾ പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇക്കഴിഞ്ഞ 18-നാണ് പ്രതി ബിനു വർക്കലയിൽ നിന്ന് പെൺകുട്ടിയുമായി തിരുവനന്തപുരത്തെത്തിയ ശേഷം അവിടെ നിന്നും മധുരയിലെത്തിയത്. മധുരയിൽ ഒരു ദിവസം താമസിച്ച ശേഷം ട്രെയിൻ മാർഗം ഗോവയിലേക്ക് പോയി. അടുത്ത ദിവസം പെൺകുട്ടിയുമായി എറണാകുളത്തെത്തിയ പ്രതി തുടർന്ന് തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതിനായി ശ്രമിക്കവെയാണ് വർക്കല പോലീസിന്റെ പിടിയിലായത്. പെൺകുട്ടിയെ കാണാതായ ദിവസം തന്നെ രക്ഷിതാക്കളുടെ പരാതി പോലീസിന് ലഭിച്ചിരുന്നു. പ്രതി മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നെങ്കിലും പോലീസിന്റെ വിദഗ്ധവും ശാസ്ത്രീയവുമായ അന്വേഷണത്തിനൊടുവിൽ ഇയാളുടെ നീക്കങ്ങൾ കണ്ടെത്തി. പെൺകുട്ടിയുമായി ബിനു സഞ്ചരിച്ച അതേ വഴിയിലൂടെ തന്നെ പോലീസും പിന്തുടർന്നാണ് ഒടുവിൽ എറണാകുളത്ത് നിന്നും പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പെൺകുട്ടിയെ മധുരയിലും ഗോവയിലും എത്തിച്ച നിരവധി പ്രാവശ്യം പീഡനത്തിനിരയാക്കിയതായി പോലീസ് പ്രതിയോട് സമ്മതിച്ചു. പെൺകുട്ടിയെയും പ്രതിയെയും വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. പോക്സോ വകുപ്പ് ചുമത്തിയാണ് ബിനുവിനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ആറ്റിങ്ങൽ. സാധാരണ രാത്രി അച്ഛൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നത് കാത്തിരിക്കുന്ന കുട്ടികളുണ്ട്. അച്ഛനോട് കുറേ വിശേഷങ്ങൾ പറയണം, കൂടെ ഇരുന്ന് കളിക്കണം. അങ്ങനെ പ്രതീക്ഷയുടെ കാത്തിരിപ്പാണത്. എന്നാൽ ചില വീടുകളിൽ അച്ഛൻ രാത്രി എത്തുന്നത് മക്കൾക്ക് ചങ്കിടിപ്പാണ്, ഉള്ളിൽ പേടി. കാരണം മദ്യലഹരിയിൽ 4 കാലിൽ ഇടഞ്ഞു വരുന്ന അച്ഛൻ വീട്ടിലെത്തിയാൽ അമ്മയെയും മക്കളെയും അകാരണമായി ഉപദ്രവിക്കും, സാധനങ്ങളെല്ലാം നശിപ്പിക്കും. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഇങ്ങനെ ഭയത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബമുണ്ട്. പതിവായി വീട്ടിൽ ബഹളമാണ്. ചായക്കോട്ടുകോണം സ്വദേശിയായ യുവാവ് കഴിഞ്ഞ ദിവസം രാത്രി മദ്യപിച്ചെത്തി ഭാര്യയെയും മകനെയും ക്രൂരമായി മർദ്ദിച്ചു. സംഭവത്തിൽ ചൈൽഡ് ലൈനിൽ പരാതി നൽകിയിരിക്കുകയാണ് കുടുംബം. നെയ്യാറ്റിൻകര ചായക്കോട്ടുകോണം സ്വദേശിയാണ് മദ്യലഹരിയിൽ ഭാര്യയെയും +1 വിദ്യാർത്ഥിയായ മകനെയും ക്രൂരമായി മർദ്ദിച്ചുവെന്ന പരാതിയുള്ളത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. നിർമ്മാണ തൊഴിലാളിയായ ഇയാൾ വീട്ടിലെത്തിയ ശേഷം ഭാര്യയെ അസഭ്യം പറഞ്ഞപ്പോൾ മകൻ ചോദ്യം ചെയ്തതായിരുന്നു പ്രകോപന കാരണം.
ഞാൻ ചോദിച്ചപ്പോൾ എന്നെ എഴുതി കുറെ അടിയൊക്കെ തന്ന് എനിക്ക് അപ്പം അടിച്ച കുറെ തലയൊക്കെ കറങ്ങി. ഓ ഇപ്പൊ ഇന്നും ഇങ്ങനെ നന്നാവാൻ വേണ്ടിയാണ് എൻ്റെ പേരിൽ വലിയ പ്രശ്നമൊന്നും വേണ്ട എന്നാണ്. എങ്കിലും പക്ഷെ നന്നായാൽ മതി, അല്ലാതെ നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങളിലോട്ട് പോകണ്ട. അമ്മ ജോലിക്ക് കഴിഞ്ഞപ്പോൾ അമ്മയെ കുറെ പറഞ്ഞു, അപ്പം ഞാൻ ഇടപെട്ട് അപ്പം എന്നെ അടിച്ച് പേരിനുകളെന്ന്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഞാൻ അങ്ങനെ ഇരുന്നപ്പം ഒരു കാര്യം അമ്മയെ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ട് അപ്പം എന്നെ കുറെ അടിയൊക്കെ തന്നു. ഞാൻ ജോലിക്ക് പോയിട്ട് വന്നതിന് ശേഷം എന്നെ അസഭ്യങ്ങൾ പറഞ്ഞപ്പോൾ മോൻ കയറി ഇടപെട്ടതാണ് പ്രശ്നം. ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. ഇല്ല, അത് മോന് ഞാനൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തു. അപ്പം അതിനെ പിടിച്ച് വാങ്ങിച്ച് മദ്യലഹരിയിൽ ചെയ്തതാണ്. അതിനെ പിടിച്ച് വാങ്ങിച്ച് അത് പൊട്ടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതാണ്. മകന്റെ തലയിൽ യുവാവ് ശക്തിയായി അടിച്ചു. ഇത് കുറച്ചുനേരം കുട്ടിക്ക് തലകറക്കത്തിന് കാരണമായതായി പരാതിയിൽ പറയുന്നു. കുട്ടിയുടെ കയ്യിലിരുന്ന മൊബൈലും കൈക്കലാക്കി നശിപ്പിക്കാൻ ശ്രമം നടത്തി. തുടർന്ന് കുട്ടിയും അമ്മയും പരാതിയുമായി ചൈൽഡ് ലൈനിനെ സമീപിക്കുകയായിരുന്നു. സംഭവത്തിൽ മാരായമുട്ടം പോലീസ് കേസെടുത്തു. എന്നാൽ പ്രതി ഒളിവിലാണ്. മദ്യപാനശീലമുള്ള ഇയാൾ നിരന്തരം വീട്ടിൽ ബഹളവും മർദ്ദനവും നടത്താറുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ന്യൂസ് 18 നെയ്യാറ്റിൻകര. തൃശൂർ മുണ്ടൂരിൽ തങ്കമണി എന്ന വയോധികയെ മകളും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയത് അവിഹിത ബന്ധം പുറത്തറിയാതിരിക്കാനാണ്. ഇരുവരും തമ്മിലുള്ള വഴിവിട്ട സൗഹൃദം അമ്മ അറിഞ്ഞതും ഇത് ചോദ്യം ചെയ്തതും പകയ്ക്ക് കാരണമായിരിക്കാമെന്നാണ് നിഗമനം. 3 വർഷം മുൻപാണ് സന്ധ്യയുമായി നിതിൻ അടുപ്പത്തിലായത്. പിന്നീട് വിദേശത്തേക്ക് പോയ യുവാവ് നാട്ടിൽ തിരിച്ചെത്തിയതോടെ ഇരുവരും തമ്മിലുള്ള ബന്ധം വീണ്ടും തുടർന്നു. സ്വന്തം അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം യാതൊരു കുറ്റബോധവും ഇല്ലാതെ സന്ധ്യ നേരെ പോയത് ജിമ്മിലേക്കാണ്. അവിടെ വെച്ച് തെളിവ് നശിപ്പിക്കാനുള്ള പദ്ധതി തയ്യാറാക്കി. തങ്കമണിയുടെ മരണം സ്വാഭാവികമെന്ന് വരുത്തി തീർക്കാൻ മകൾ നടത്തിയ നീക്കങ്ങൾ അതിനാടകീയമാണ്. സ്വാഭാവിക മരണമെന്ന് പോലീസ് ആദ്യം സംശയിച്ചെങ്കിലും മൃതദേഹത്തിൽ ആഭരണങ്ങളില്ലാതിരുന്നത് കേസിന്റെ ഗതി മാറ്റി. നിതിനും സന്ധ്യയും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നുവെന്നും നിതിനെ സാമ്പത്തികമായി സഹായിക്കാൻ അമ്മയുടെ ആഭരണങ്ങൾ കൈക്കലാക്കാൻ ശ്രമിച്ചതാണ് കൊലയിൽ കലാശിച്ചതെന്നുമാണ് പോലീസ് നിഗമനം. ആഭരണങ്ങൾ നൽകാൻ തങ്കമണി വിസമ്മതിച്ചപ്പോൾ ഇരുവരും തമ്മിൽ വഴക്കായി. പിടിവലിക്കിടെ സന്ധ്യ തങ്കമണിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് തള്ളിയിട്ടു. തലയിടിച്ചു വീണാണ് തങ്കമണി മരിച്ചതെന്നും സന്ധ്യയുടെ മൊഴിയിലുണ്ട്. എന്നാൽ ഇരുവരും തമ്മിലുള്ള വഴിവിട്ട സൗഹൃദം അമ്മ അറിഞ്ഞതും ഇത് ചോദ്യം ചെയ്തതും പകയ്ക്ക് കാരണമായിരിക്കാമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. കൊലപാതകത്തിന് ശേഷം നിതിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ഇരുവരും ചേർന്ന് തങ്കമണിയെ അവരുടെ മുറിയിലേക്ക് മാറ്റിക്കിടത്തുകയും ചെയ്തു. സന്ധ്യ വൈകിട്ട് ജിമ്മിൽ പോയി രാത്രിയോടെ വീട്ടിൽ തിരിച്ചെത്തി. ഇതിനിടയിൽ നിതിൻ മുണ്ടൂരിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ സ്വർണം പണയം വെച്ച് തിരിച്ചെത്തി. ഇരുവരും ചേർന്ന് രാത്രി ഏറെ വൈകി തങ്കമണിയുടെ മൃതദേഹം വീടിന് പിറകിലൂടെ പറമ്പിലേക്കുള്ള വഴിയിൽ കൊണ്ടുവന്നിടുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. ഞായറാഴ്ച രാവിലെ 6 മണിക്ക് നിതിൻ തന്നെ നാട്ടുകാരെ വിളിച്ച് തങ്കമണിയുടെ മൃതദേഹം പറമ്പിലെ വഴിയിൽ കിടക്കുന്ന വിവരം അറിയിച്ചു. തുടർന്ന് ഇയാൾ ശബരിമലയ്ക്ക് പോയി. മുഖത്ത് ചെറിയ മുറിവിന്റെ പാടുകൾ ഉണ്ടായിരുന്നെങ്കിലും അത് വീഴ്ചയിൽ സംഭവിച്ചതാകാമെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ ആഭരണങ്ങൾ കാണാതായത് സംശയത്തിന് വഴിവെച്ചു. മാത്രവുമല്ല, ചെവിയിലടക്കം ചോരപ്പാടുകൾ ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ തങ്കമണിയുടെ കഴുത്തിലെ 2 എല്ലുകൾ പൊട്ടിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞത്.
നിതിനും സന്ധ്യയും കുറ്റം സമ്മതിച്ചില്ല. പിന്നീട് നടത്തിയ ചാറ്റുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തതോടെ പിടിച്ചു നിൽക്കാനായില്ല. അങ്ങനെയാണ് വീട്ടമ്മയായ സന്ധ്യയും അയൽവാസി നിതിനും തമ്മിലുള്ള അവിഹിതം പുറത്തറിയുന്നത്. 3 വർഷം മുമ്പാണ് സന്ധ്യയുമായി നിതിൻ അടുപ്പത്തിലായത്. പിന്നീട് വിദേശത്തേക്ക് പോയ യുവാവ് നാട്ടിൽ തിരിച്ചെത്തിയതോടെ ഇരുവരും തമ്മിലുള്ള ബന്ധം വീണ്ടും തുറന്നു. ഇക്കാര്യം തങ്കമണി അറിഞ്ഞിരുന്നുവെന്നും സന്ധ്യയ്ക്ക് താക്കീത് നൽകിയിരുന്നതായും വിവരമുണ്ട്. ന്യൂസ് 18 തൃശൂർ. ദൈവവിശ്വാസത്തിലും നന്മയിലും മക്കൾ വളരുന്നതിനാണ് അവരെ മതപഠന കേന്ദ്രങ്ങളിൽ പറഞ്ഞയക്കുന്നത്. എന്നാൽ അവിടെ നിന്ന് നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങളും മുറിവുകളും കുട്ടികളുടെ വിശ്വാസത്തെ പോലും ബാധിക്കാം. പ്രത്യേകിച്ച് കുട്ടികൾക്ക് നന്മയും വിശുദ്ധിയും ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടവർ തന്നെ വേട്ടക്കാരായാലോ. വയനാട് തിരുനെല്ലിയിൽ 11 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയത് മദ്രസ അധ്യാപകനാണ്. ഭയം കാരണം പെൺകുട്ടി പീഡനത്തെക്കുറിച്ച് ആദ്യം ആരോടും പറഞ്ഞില്ല. പിന്നീട് കൗൺസിലിങ്ങിലാണ് സംഭവം പുറം ലോകം അറിയുന്നത്. കേസിൽ കാരക്കാമല സ്വദേശി മുഹമ്മദ് ഷഫീഖിനെ തിരുനെല്ലി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾക്കെതിരെ നേരത്തെയും സമാനമായ ലൈംഗികാതിക്രമ പരാതികൾ ഉയർന്നിരുന്നു. വയനാട് സ്വദേശിനിയായ 11-കാരിയെ പീഡിപ്പിച്ചെന്ന കേസിലാണ് മദ്രസാധ്യാപകൻ മുഹമ്മദ് ഷഫീഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ മദ്രസയിൽ എത്തിയപ്പോഴാണ് പെൺകുട്ടിയെ ചൂഷണം ചെയ്തത്. ആദ്യം ഭയം കാരണം കുട്ടി വിവരം ആരോടും പറഞ്ഞില്ല. പിന്നീട് പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നി കൗൺസിലിംഗ് ചെയ്തപ്പോഴാണ് പീഡന വിവരം പുറത്തു വന്നത്. പോലീസ് കേസെടുത്തതിന് പിന്നാലെ പ്രതി ഒളിവിൽ പോയിരുന്നു. പിന്നീട് ഏറെ നാളത്തെ നിരീക്ഷണത്തിനൊടുവിലാണ് മദ്രസാധ്യാപകനെ പിടികൂടിയത്. കേസിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. ഇയാൾക്കെതിരെ നേരത്തെയും സമാനമായ ലൈംഗികാതിക്രമ പരാതികൾ ഉയർന്നിരുന്നു. വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് ഇയാൾ പിടിയിലായതെന്ന് പോലീസ് വ്യക്തമാക്കി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 വയനാട്. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെ വെട്ടിക്കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയ വ്യവസായി ആര്? പ്രവാസി വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ റാഫേലിനെതിരെയാണ് കൊട്ടേഷൻ ആരോപണം. കൊട്ടേഷൻ കൊടുത്തത് റാഫേൽ എന്ന് ആക്രമിക്കപ്പെട്ട രാഗം സുനിൽ തന്നെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. സിനിമാ വിതരണത്തിലെ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കമാണ് വധശ്രമത്തിന് കാരണമെന്നാണ് മൊഴി. സുനിലിനെ വെട്ടിയ 2 ഗുണ്ടകൾ കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. ഇവരെ വിശദമായി ചോദ്യം ചെയ്തെങ്കിലും കൊട്ടേഷൻ ഇടപാടിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. കേസിൽ ഒളിവിലുള്ളവരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ്. തൃശൂർ രാഗം തിയേറ്ററിന്റെ നടത്തിപ്പുകാരൻ സുനിലിനെ വെട്ടിക്കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയത് പ്രവാസി വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ റാഫേൽ എന്നാണ് ആരോപണം. ആക്രമിക്കപ്പെട്ട സുനിൽ തന്നെയാണ് പരാതി ഉന്നയിക്കുന്നത്. തന്നെ വെട്ടിക്കൊല്ലാൻ സിജോയ്ക്ക് കൊട്ടേഷൻ നൽകിയത് റാഫേലാണെന്ന് സുനിൽ പറയുന്നു. സിനിമാ വിതരണത്തിലെ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി റാഫേലുമായി തർക്കമുണ്ടായിരുന്നു. 1 വർഷം മുമ്പ് സിജോ ഭീഷണിപ്പെടുത്തിയത് റാഫേൽ പറഞ്ഞിട്ടാണ്. സിജോയും റാഫേലും 1 വർഷം മുമ്പത്തെ കേസിൽ കൂട്ടുപ്രതികളാണ്. സുനിലിനെ വെട്ടിയ കേസിൽ റിമാൻഡിലാണ് സിജോ. ഇരിങ്ങാലക്കുട മാസ് തിയേറ്റർ ഉടമയാണ് റാഫേൽ പോഴോലിപ്പറമ്പിൽ. സുനിലിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 ഗുണ്ടകൾ കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. ആലപ്പുഴ കരുവാറ്റ സ്വദേശികളായ ആദിത്യനും ഗുരുദാസുമാണ് അറസ്റ്റിലായത്. സുനിലിന്റെ ഡ്രൈവറെ ഇടംകൈ കൊണ്ട് വെട്ടിയത് ആദിത്യനായിരുന്നു. ഗുണ്ടകൾക്ക് കൊട്ടേഷൻ നൽകിയ സിജോ നേരത്തെ പിടിയിലായിരുന്നു. 1 വർഷം മുമ്പ് തിയേറ്ററിൽ വന്ന് സുനിലിനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ പ്രതിയാണ് സിജോ. കൂടാതെ ഗുണ്ടകൾക്ക് കാറുകൾ തരപ്പെടുത്തിയ 3 പേരും പിടിയിലായിരുന്നു. 3 ലക്ഷം രൂപയ്ക്ക് പ്രവാസി വ്യവസായിയാണ് കൊട്ടേഷൻ നൽകിയത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിലേക്ക് എത്തിയത്. പ്രതികൾ സഞ്ചരിച്ച കാറിനെപ്പറ്റി പോലീസിന് നിർണായക വിവരം ലഭിച്ചിരുന്നു. പിന്നാലെയാണ് ഇവരെ പിടികൂടുന്നത്. പ്രവാസി വ്യവസായിയുടെ വിശ്വസ്തന്റെ കാറാണിതെന്നാണ് പോലീസ് തിരിച്ചറിഞ്ഞത്. രാത്രി 10 മണിയോടെയാണ് വെളപ്പായിലെ സുനിലിന്റെ വീടിന് മുന്നിൽ വെച്ച് കൊട്ടേഷൻ ആക്രമണം ഉണ്ടായത്. കാറിൽ വന്ന് ഗേറ്റ് തുറക്കാൻ ഇറങ്ങുന്നതിനിടെ ആദ്യം ഡ്രൈവറെയും പിന്നീട് സുനിലിനെയും ആയുധധാരികളായ 3 അംഗ സംഘം ആക്രമിക്കുകയായിരുന്നു.
ന്യൂസ് 18 തൃശൂർ. ആലപ്പുഴ ചേർത്തല സ്വദേശിനി ഐഷയെയും കൊന്നത് സെബാസ്റ്റ്യനാണ്. ഇക്കാര്യം പോലീസ് ഉറപ്പിക്കുമ്പോഴും എവിടെയാണ് മൃതദേഹം കുഴിച്ചിട്ടതെന്ന് കണ്ടെത്താനാകാത്തത് തിരിച്ചടിയായിരിക്കുന്നു. ഇതോടെ തെളിവുകൾ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് ചേർത്തല പോലീസ്. കേസിൽ പ്രതിയായ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിലെ കുളത്തിൽ പോലീസ് തിരച്ചിൽ നടത്തി. നേരത്തെ ക്രൈംബ്രാഞ്ച് സംഘം ബിന്ദു പത്മനാഭൻ ജൈനമ്മ കൊലക്കേസുകളിൽ സെബാസ്റ്റ്യന്റെ വീടും സമീപത്തുണ്ടായിരുന്ന കുളങ്ങളും വറ്റിച്ച് പരിശോധിച്ചിരുന്നു. എന്നാൽ വീടിൻ്റെ വടക്കുവശത്തെ കുളം പരിശോധിച്ചിരുന്നില്ല. ഐഷയുടെ മൃതദേഹം ഇവിടെ കുഴിച്ചിട്ടിരിക്കാമെന്ന നിഗമനത്തിലാണ് തിരച്ചിൽ. ഐഷ കൊലക്കേസിൽ അന്വേഷണം നടത്തുന്ന ചേർത്തല SHO ലൈസാദ് മുഹമ്മദിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീടിന് വടക്ക് വശത്തുള്ള കുളം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ചെളിയും മണ്ണും നീക്കി തിരച്ചിൽ നടത്തി. ഈ കുളത്തിൽ സെബാസ്റ്റ്യൻ ആഫ്രിക്കൻ മുഷി ഉൾപ്പെടെയുള്ള മത്സ്യങ്ങൾ വളർത്തുകയായിരുന്നു. മണ്ണുമാന്തി യന്ത്രം കൊണ്ടുള്ള തിരച്ചിലിൽ കാര്യമായ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കുളത്തിൽ വളർത്തിയിരുന്ന മത്സ്യങ്ങൾ മൃതദേഹാവശിഷ്ടങ്ങൾ ഭക്ഷിച്ചിരിക്കാനുള്ള സാധ്യതയും അന്വേഷണ സംഘം തള്ളുന്നില്ല. അതിനാകാം മനുഷ്യമാംസം ഉൾപ്പെടെ കഴിക്കുന്ന ആഫ്രിക്കൻ മുഷിയെ സെബാസ്റ്റ്യൻ വളർത്തിയെന്നതിലും സംശയമുണ്ട്. ഏറ്റുമാനൂരിലെ ജൈനമ്മ തിരോധാന കേസും ബിന്ദു പത്മനാഭൻ തിരോധാനവും ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. ഐഷയുടെ തിരോധാനം ചേർത്തല പോലീസും അന്വേഷിച്ചു വരികയാണ്. ഇതിനിടെ റിമാൻഡിലായിരുന്ന സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലിൽ ഐഷയെയും കൊലപ്പെടുത്തിയെന്ന് സമ്മതിച്ചു. 2012 ചേർത്തല സ്വദേശിനി ഐഷയെ കാണാതാകുന്നത്. നേരത്തെ ബിന്ദുവിനെ കൊലപ്പെടുത്തിയതാണെന്ന് സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ചിനോട് സമ്മതിച്ചിരുന്നു. ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ നടത്തിയ പരിശോധനയിൽ ചില അസ്ഥികൂട അവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെത്തിയതാണ്. വരും ദിവസങ്ങളിലും തെളിച്ചിൽ തുടരുമെന്നാണ് വിവരം. ന്യൂസ് 18 ആലപ്പുഴ. കണ്ണൂർ പാലത്തായി പീഡനക്കേസിൽ BJP നേതാവും അധ്യാപകനുമായ പത്മരാജനെ കുടുക്കിയതാണോ? കോടതി പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നുണ്ട്. പോക്സോ വകുപ്പ് ദുരുപയോഗം ചെയ്തെന്നും അധ്യാപകനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ പലതും തെറ്റാണെന്നും പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത് റിട്ടയർഡ് DYSP റഹീമാണ്. ഫേസ്ബുക്ക് വഴിയാണ് റഹീം അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന TK രത്നകുമാറിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കുറ്റപത്രത്തിലെ ന്യൂനതകൾ അക്കമിട്ട് നിരത്തിയാണ് റഹീമിന്റെ പോസ്റ്റ്. കുട്ടി പീഡനത്തിനിരയായി എന്ന് പറയുന്ന ദിവസം അധ്യാപകൻ സ്കൂളിൽ ഉണ്ടായിരുന്നില്ലെന്നും റഹീം പറയുന്നു. പാലത്തായി കേസ് പോക്സോ വകുപ്പ് ദുരുപയോഗം ചെയ്തതിന് ഏറ്റവും വലിയ ഉദാഹരണമാണെന്ന് കാട്ടി ഏതാനും ദിവസം മുൻപ് റിട്ടയർഡ് DYSP റഹീം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന TK രത്നകുമാർ നടത്തിയ പ്രതികരണത്തിന് പിന്നാലെയാണ് കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ച് റഹീം വീണ്ടും രംഗത്തെത്തിയത്. ഇരയുടെ മൊഴികളിൽ പലതും ഇമാജിനറി ആണെന്ന് കുറ്റപത്രത്തിലുണ്ടെന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. കുട്ടി പറഞ്ഞുകൊടുത്ത സ്ഥലമല്ല ഏറ്റവും ഒടുവിലത്തെ അന്വേഷണ സംഘം സംഭവ സ്ഥലമായി രേഖപ്പെടുത്തിയത്. ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുന്ന ലാഘവത്തോടെ സംഭവസ്ഥലം മാറ്റാൻ താങ്കൾ കാണിച്ച മഹാമനസ്കതയ്ക്ക് ഇരിക്കട്ടെ, ബിഗ് സല്യൂട്ട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ TK രത്നകുമാറിനോട് റഹീം പറയുന്നുണ്ട്. സംഭവസ്ഥലത്ത് നിന്ന് മനുഷ്യരക്തം കണ്ടെത്താൻ കാണിച്ച ശുഷ്കാന്തി അപാരമാണെന്നും പരിഹാസമുണ്ട്. 1.5 വർഷത്തിനു ശേഷം ബാത്റൂമിൽ നിന്ന് ലഭിച്ച രക്തം പരാതിക്കാരിയുടേതാണ് എന്ന് ഏത് ശാസ്ത്രീയ അന്വേഷണം വഴിയാണ് തെളിയിച്ചിട്ടുള്ളത്. കൂടുതൽ രക്തം കണ്ടെത്തിയിരുന്നെങ്കിൽ അത് ആരുടേതാണെന്ന് തെളിയിക്കാൻ കഴിയുമായിരുന്നു. അതൊഴിവാക്കാനല്ലേ അളവ് കുറച്ചു കാണിച്ചതെന്നും കുറിപ്പിൽ ചോദിക്കുന്നു. എന്നാൽ കോടതി വിധികളെ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യാൻ ഏതൊരു പൗരനും അവകാശമുണ്ടെന്നും റഹീം കുറിപ്പിൽ പറയുന്നു. റഹീമിനെതിരെ കഴിഞ്ഞ ദിവസം മുൻ ACP TK രത്നകുമാർ രംഗത്തെത്തിയിരുന്നു. സ്വന്തം ബാച്ചുകാരനായ പ്രതിയെ വെള്ളപൂശാനുള്ള റിട്ടയർഡ് DYSPയുടെ ശ്രമം അഭിനന്ദിക്കാതെ വയ്യെന്നും വെറും കേട്ടറിവിന്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായം പറയരുതെന്നുമായിരുന്നു രത്നകുമാറിന്റെ പ്രതികരണം. 2020 മാർച്ച് 17 UP സ്കൂൾ അധ്യാപകനായ K പത്മരാജൻ പീഡിപ്പിച്ചുവെന്ന
10 വയസ്സുകാരി ചൈൽഡ് ലൈനിൽ പരാതി നൽകിയത്. BJP നേതാവായ പത്മരാജന് കേസിൽ ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചിരുന്നു. ന്യൂസ് 18 കണ്ണൂർ. കാസർഗോഡ് പോക്സോ കേസിൽ അറസ്റ്റിലായ റിമാൻഡ് പ്രതി മുബഷീറിന് എന്താണ് സംഭവിച്ചത്? സ്പെഷ്യൽ സബ് ജയിലിന്റെ റിമാൻഡിൽ കഴിയുകയായിരുന്ന മുബഷീറിനെ ശാരീരിക അവശതകളെ തുടർന്ന് രാവിലെ ആശുപത്രിയിൽ എത്തിക്കുന്നു. പിന്നീട് വീട്ടുകാരറിഞ്ഞത് ദേളി സ്വദേശിയായ യുവാവിന്റെ മരണവാർത്ത. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തി. ജയിലിൽ വെച്ച് മുബഷീറിന് മർദ്ദനമേറ്റെന്നും അതാണ് മരണകാരണമെന്നുമാണ് ആരോപണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ സംഭവത്തിൽ വ്യക്തത വരുമെന്നാണ് നിഗമനം. യുവാവിന്റെ മരണത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കുന്നുപാറ സ്വദേശി മുബഷീറാണ് മരിച്ചത്. 3 ആഴ്ച മുൻപ് പോക്സോ കേസിൽ അറസ്റ്റിലായാണ് കാസർഗോഡ് സബ് ജയിലിൽ എത്തിച്ചത്. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് പുലർച്ചെ 5:30 മുബഷീറിനെ ജയിൽ അധികൃതർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. വിദേശത്തായിരുന്ന മുബഷീർ 2 മാസം മുമ്പാണ് നാട്ടിലെത്തിയത്. മരണത്തിൽ ദുരൂഹത ആരോപിക്കുകയാണ് കുടുംബം. എന്നെ ഇവിടുന്ന് മാറ്റണോ, പെട്ടെന്ന് ഇറക്കണോ ഫസ്റ്റ് പറഞ്ഞു. ജാമ്യം തള്ളി എന്ന് പറയുമ്പോൾ എന്നെ ഇവിടുന്ന് മാറ്റണമെന്ന് പറഞ്ഞിട്ട് അത് നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ പുറത്ത് ഇറങ്ങിയിട്ട് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റലിലൊക്കെ. ഒരു മരുന്ന് കുടിക്കാത്ത ആളാണ്. പല മരുന്നും കൊടുത്തിട്ട് ഇപ്പോൾ എന്നെ ഭ്രാന്തനാക്കിയതാ. അവർ മർദ്ദിച്ചെന്ന് പറഞ്ഞ് അതിൻ്റെ മൊത്തത്തിൽ മർദ്ദിക്കുന്നുണ്ട്. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നവർ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം സബ് ജയിലിലെത്തി കുടുംബം മുബഷീറിനെ കണ്ടിരുന്നു. ജയിലിനകത്ത് മർദ്ദനമേൽക്കേണ്ടി വന്നുവെന്ന് മുബഷീർ പറഞ്ഞുവെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഞങ്ങൾക്ക് സംശയമുണ്ട്, ബലമായ സംശയമുണ്ട്. അവൻ്റെ അനിയൻ വന്നിട്ട് ചോദിച്ചു, അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഉമ്മാനോടും അനിയനോട് പറഞ്ഞ് പിന്നെ എന്നെ കുറേ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ഇവിടെ എന്നെ പെട്ടെന്ന് ഇറക്കണം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു. വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി ദുരൂഹത നീക്കണമെന്ന് NA നെല്ലിക്കുന്ന് MLA. അപ്പോൾ നമുക്കിവിടെ ഫോറൻസിക് സർജൻ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാം. പക്ഷേ ഈ ഒരു പ്രത്യേക കേസിൽ ഇവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്താൽ പോരാ. ഇവിടുന്ന് വീഡിയോഗ്രാഫിയൊക്കെ നടത്തി പെരിയാരത്തേക്ക് കൊണ്ടുപോകും. അവിടെ ഒരു വിദഗ്ധ സംഘം 4-5 ഡോക്ടർമാരുടെ സംഘം, ഒരു ടീം പോസ്റ്റ്മോർട്ടം നടത്തും. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടൊക്കെ നമുക്ക് കാത്തിരിക്കണം. ഇതിൽ എന്തെങ്കിലും ദുരൂഹതകളുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം. മുബഷീറിന്റെ മരണത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്തു. ന്യൂസ് 18 കാസർഗോഡ്. ഇതര സംസ്ഥാനക്കാരും അപരിചിതരും പതിവായി വന്നു പോകുന്ന സ്ഥലത്താണോ നിങ്ങൾ താമസിക്കുന്നത്? എങ്കിൽ സൂക്ഷിക്കണം. കാരണം പകൽ സമയങ്ങളിൽ പല വേഷങ്ങളിലെത്തി വീടും പരിസരവും നോട്ടമിട്ട് വെച്ച് രാത്രിയിൽ കവർച്ചയ്ക്കിറങ്ങുന്ന നിരവധി സംഘങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. മലപ്പുറം പൊന്നാനിയിൽ വനിതാ അഭിഭാഷകയെ വീട്ടിൽ പതിയിരുന്ന് ആക്രമിച്ച് മാല പൊട്ടിക്കാൻ ശ്രമിച്ച ഒരു സംഭവത്തിലേക്കാണ്. കേസിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അസം സ്വദേശി സൗരവ് രഞ്ജിത്തിനെ അതിവിദഗ്ധമായാണ് പിടികൂടിയത്. മോഷണം നടത്തിയ ശേഷം മോഷ്ടാവിനെ തിരയാനും സൗരവ് ഒപ്പമുണ്ടായിരുന്നു. പൊന്നാനി കോൺവെന്റിന് സമീപം കഴിഞ്ഞ 29 രാത്രിയിലാണ് സംഭവം. കോൺവെന്റിനടുത്ത് താമസിക്കുന്ന ധനലക്ഷ്മി എന്ന അഭിഭാഷകയാണ് ഇരുട്ടിന്റെ മറവിൽ പതിയിരുന്ന് ആക്രമിച്ച് മാല പൊട്ടിക്കാൻ ശ്രമിച്ചത്. ഗേറ്റ് അടച്ച് വീട്ടിലേക്ക് കയറുകയായിരുന്ന ധനലക്ഷ്മിയെ കാർ പോർച്ചിൽ കാറിന്റെ സൈഡിൽ പതുങ്ങിയിരുന്ന പ്രതി ആക്രമിക്കുകയായിരുന്നു. എന്നാൽ മാല ഊരിവെച്ചിരുന്നതിനാൽ മോഷണം നടന്നില്ല. സംഭവത്തിൽ അസം സ്വദേശി സൗരവ് രഞ്ജിത്ത് എന്ന 21-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രദേശത്തെ CCTVകൾ പരിശോധിച്ചും ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലുമാണ് പ്രതി പിടിയിലായത്. പരാതി
പരാതിക്കാരിയായ അഭിഭാഷകയുടെ വീട്ടിലും പരിസരത്തും നിത്യസന്ദർശകനായിരുന്നു പ്രതി സൗരവ് എന്ന് പോലീസ് പറയുന്നു. വീടിനോട് ചേർന്നുള്ള ഹോട്ടലിൽ ജോലിക്കാരനായ പ്രതി അന്ന് അവധിയെടുത്താണ് മോഷണത്തിനിറങ്ങിയത്. തന്നെ ആരും സംശയിക്കാതിരിക്കാൻ മോഷ്ടാവിനായി പ്രദേശത്ത് നാട്ടുകാർ തെരച്ചിൽ നടത്തുമ്പോൾ സൗരവും ഒപ്പം കൂടി. പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ എസ് അഷ്റഫിന്റെ നേതൃത്വത്തിൽ SI ബിബിൻ CV, ഷിജിമോൻ, ASI എലിസബത്ത്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ, S പ്രശാന്ത് കുമാർ, സിവിൽ പോലീസ് ഓഫീസർ സൗമ്യ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. ഹൈടെക് കള്ളൻ ബണ്ടി ചോർ വർഷങ്ങൾക്ക് ശേഷം എന്തിനാണ് കേരളത്തിലെത്തിയിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ, ഇപ്പോൾ തിരുവനന്തപുരത്തും. സംശയം തോന്നി എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തെങ്കിലും പിന്നീട് വിട്ടയച്ചിരുന്നു. എന്നാൽ അഭിഭാഷകരെ കാണാൻ എത്തിയതാണെന്ന പരസ്പര വിരുദ്ധമായ മൊഴികളിൽ ചില സംശയങ്ങളുണ്ട്. ഇതോടെയാണ് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇയാളെ വീണ്ടും കസ്റ്റഡിയിലെടുത്തത്. ബണ്ടിച്ചോറിൻ്റെ മാനസിക നില പരിശോധിക്കാനുള്ള തീരുമാനത്തിലാണ് റെയിൽവേ പോലീസ്. വരവിൻ്റെ ലക്ഷ്യം മോഷണമാണോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ 700-ലധികം കവർച്ചാ കേസുകളിൽ പ്രതിയാണ് ബണ്ടിച്ചോർ. കേരളത്തിൽ ബണ്ടിച്ചോറിനെതിരെ 3 കേസുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 2013 മോഷണ കേസിൽ ബണ്ടിച്ചോർ ജയിൽ ശിക്ഷ അനുഭവിച്ചു. 2023 ബണ്ടിച്ചോർ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയത്. പിന്നീട് ഡൽഹിയിൽ വെച്ച് UP പോലീസ് ഇയാളെ പിടികൂടിയിരുന്നു. കഴിഞ്ഞ ദിവസം ബണ്ടിച്ചോറിനെ കൊച്ചി പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചിരുന്നു. ഇതിന് പിന്നാലെ തിരുവനന്തപുരത്തെത്തിയപ്പോഴാണ് റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചൊവ്വാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് എത്തിയെന്നാണ് ബണ്ടിച്ചോർ പോലീസിനോട് പറഞ്ഞത്. പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഒരു മോഷണ കേസുണ്ടായിരുന്നു. ഇതിൽ പിടിയിലായപ്പോൾ കൈവശം 22,000 രൂപയാണ് ഉണ്ടായിരുന്നത്. കേസ് കഴിഞ്ഞ സാഹചര്യത്തിൽ വഞ്ചിയൂർ കോടതിയിൽ നിന്ന് ഈ തുക തിരികെ ലഭിക്കുന്നതിന് അഭിഭാഷകനായ മുകേഷിനെ കണ്ടുവെന്നാണ് ബണ്ടിച്ചോർ പറഞ്ഞത്. തന്റെ ജീവിതകഥ ആസ്പദമാക്കി 2 സിനിമകൾ പുറത്തിറങ്ങിയിരുന്നെന്നും ഇതിന് അനുമതി തേടിയിരുന്നില്ലെന്നുമാണ് ബണ്ടിച്ചോർ പറയുന്നത്. അഭിഭാഷകരുമായി സംസാരിച്ച് നിയമപരമായി മുന്നോട്ട് പോകാനാണ് തിരുവനന്തപുരത്ത് എത്തിയതെന്നും ഇയാൾ ആദ്യം മൊഴി നൽകി. എന്നാൽ പിന്നീട് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ മറ്റു പല കാരണങ്ങളാണ് ബണ്ടി പറഞ്ഞത്. ഈ സാഹചര്യത്തിലാണ് മാനസിക നില പരിശോധിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. ബണ്ടിച്ചോർ പറയുന്ന കാര്യങ്ങളുടെ വസ്തുത പോലീസ് പരിശോധിച്ചു വരികയാണ്. മാനസിക നില പരിശോധിച്ച ശേഷമാകും ഇയാളെ വിട്ടയക്കുന്നതിൽ തീരുമാനമെടുക്കുക. ബണ്ടിച്ചോർ കേരളത്തിൽ തുടരുന്നിടത്തോളം സമയം നിരീക്ഷണം ഉണ്ടാകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. നെയ്യാറ്റിൻകര കാഞ്ഞിരംകുളം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പുഴുക്കുന്ന് സ്വദേശി സജീഷാണ് വീട്ടിൽ വെച്ച് കീടനാശിനി കുടിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലെത്തിയ യുവാവ് കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കി. പടുതാലമൂട് സ്വദേശിയായ യുവതിയുടെ പരാതിയിൽ പോലീസ് വിളിപ്പിച്ച ബാലരാമപുരം സ്വദേശിയായ ഓട്ടോ ഡ്രൈവറാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഇറ്റലിയിൽ സൂപ്പർ മാർക്കറ്റിൽ ജോലിക്കുള്ള വിസ നൽകാമെന്ന് പറഞ്ഞ് മൂവാറ്റുപുഴ സ്വദേശിനിയുടെ 5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പ്രധാന പ്രതി പിടിയിൽ. ബംഗളൂരു ജ്ഞാനഹള്ളി സ്വദേശി ജോസ് ഫ്രാൻസിസിനെയാണ് അറസ്റ്റ് ചെയ്തത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ 56 കിലോ കഞ്ചാവുമായി 3 പേർ പിടിയിൽ. ടാറ്റാ നഗർ എക്സ്പ്രസിൽ കഞ്ചാവ് കൊണ്ടുവന്ന റെയിൽവേ കരാർ ജീവനക്കാരനായ ഉത്തരേന്ത്യൻ സ്വദേശി സുഖലാൽ, കഞ്ചാവ് കൈപ്പറ്റാനെത്തിയ എറണാകുളം സ്വദേശി സനൂപ് ദീപക് എന്നിവർ അറസ്റ്റിൽ. RSS ഗണഗീതത്തെയും ഭാരതാംബയെയും അശ്ലീലമായി ചിത്രീകരിച്ചെന്ന പരാതിയിൽ മലപ്പുറത്ത് ഇടതുപക്ഷ അനുഭാവി പിടിയിൽ. വളാഞ്ചേരി സ്വദേശി വിശ്വനാഥനെയാണ് VHPയുടെ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ ആധുനിക കാലഘട്ടത്തിൽ ആരാണ് ഒരു കുട്ടിയുടെ റോൾ മോഡൽ?
നിങ്ങൾ ഞങ്ങളെ കണ്ടു വളരണമെന്ന് മക്കളോട് പറയാൻ ഈ നാട്ടിലെ എത്ര മാതാപിതാക്കൾക്ക് കഴിയും? പല വീടുകളിലെയും സ്ഥിതി സമാനമാണ്. അച്ഛനും അമ്മയ്ക്കും കുട്ടികളോട് വർത്തമാനം പറയാൻ പോലും സമയമില്ല. പകൽ ജോലി, രാത്രി വീട്ടിലെത്തിയാലും തിരക്ക്. പിന്നെ ഫോണിലാണ് കൂടുതൽ സമയവും ചിലവഴിക്കുന്നത്. ചെറിയ പ്രായത്തിൽ കുട്ടികൾ വഴക്കുണ്ടാക്കിയാൽ അവർക്കും മൊബൈൽ ഫോൺ കൊടുത്ത് പ്രശ്നം പരിഹരിക്കും. കുറച്ച് കഴിഞ്ഞ് മക്കൾ ഫോൺ അഡിക്റ്റ് ആകുന്നത് നമ്മൾ തിരിച്ചറിയുമ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോകാം. അപ്പോൾ വഴക്ക് പറഞ്ഞാൽ പിള്ളേർ നന്നാകുമോ? തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള സങ്കടപ്പെടുത്തുന്ന ഒരു സംഭവത്തിലേക്കാണ്. നിരന്തരം മൊബൈൽ കാണുന്നതിനും പഠിക്കാത്തതിനും രക്ഷിതാക്കൾ വഴക്കു പറഞ്ഞതിന് 8ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്തു. രതീഷ് ബിന്ദു ദമ്പതികളുടെ മകൻ അനന്തുവാണ് തൂങ്ങി മരിച്ചത്. ആ അച്ഛൻ്റെയും അമ്മയുടെയും ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് തകർന്നു പോയി കാണുമല്ലേ? മക്കളെ കുട്ടിക്കാലം മുതൽ അല്പം വഴക്കു പറഞ്ഞും ശിക്ഷിച്ചുമൊക്കെ വളർത്തണം കേട്ടോ. ഇല്ലേ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.